ഹായ് വെൽക്കം ബാക്ക് ടു ഗുരുവിളാസ് മാലക്കൽ സാരീസിന്റെ കളക്ഷൻസ് കാണാം. ഇത് നമ്മുടെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് ഇവിടെ എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റമാണ്. നല്ല സോഫ്റ്റ് സിൽക്കിലേക്ക് കട്ട് വർക്കാണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ പല്ലു വരുന്നത്. പല്ലുവിൽ ഇങ്ങനെ ഇതിന്റെ വർക്കുകൾ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ പ്രാവശ്യം വന്നതെല്ലാം കൂടുതലും ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഈ മാംഗോ ഡിസൈൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പല്ലുവിലേക്ക് വരും. വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആ കട്ട് വർക്ക് ഇല്ലാതെയും കൂടെ വന്നിട്ട് ബാക്കി ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ബോഡി ഫുൾ ഇങ്ങനെ ഈ ഒരു വർക്കാണ് വരുന്നത്. വർക്ക് വന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ അതിന്റെ ആ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു ലീഫിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വന്നിട്ട് ഇതിന്റെ ബോർഡർ വരുമ്പോഴത്തേക്കും ബോർഡറിലേക്ക് ഫുള്ള് ഈ ഒരു മാംഗോ ഡിസൈനാണ് വരുന്നത്. ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിന്റെ എല്ലാം ഡിസൈൻസ് ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് ആ ഒരു ബോർഡറിന് ഹൈലൈറ്റ് ചെയ്ത് കട്ട് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബോഡി ഫുൾ ഇങ്ങനെ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കാണുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ ആ ഒരു ഡിസൈൻ വന്നിട്ട് ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസും നല്ല ഡിസൈൻ വർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരും. ആ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ലീഫിന്റെ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മുടെ ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെസറിന്റെ ആ ഒരു ഫീല് തോന്നുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കാ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2520 2520 വരുന്നുള്ളൂ. നമുക്കതൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ നല്ല ഒരു ക്ലാസി ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. അതുകൊണ്ട് ഉടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ലെയർ ഇട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നല്ല ഒതുങ്ങി നിൽക്കും. നല്ല ഫ്ലീറ്റൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കും. 1 ഫ്ലീറ്റ് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. സീ ത്രൂ അല്ല, എന്നാൽ കനം കുറവുണ്ട് താനും. അതാ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് എത്ര വന്നാൽ ഏത് ഏജുകാർക്കും പറ്റുകയും ചെയ്യും കേട്ടോ. അതാ ഈ സാരിയുടെ ഒരു പ്രത്യേകത. ഇപ്പൊ നമുക്ക് ഇച്ചിരി ഏജ് കുറഞ്ഞവർക്കാണെങ്കിൽ നല്ല ഹക്കോബയുടെ ഒരു ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ പഫ് സ്ലീവ് ഒക്കെ വെച്ച് ചെയ്താലും നല്ല ഭംഗിയാ. അല്ലെങ്കിൽ ഇതിൽ തന്നെ ആ ഒരു ഡിസൈൻ ബ്ലൗസ് വരുന്നുണ്ട്. ആ ഒരു ബ്ലൗസ് വെച്ച് ചെയ്താലും ഭംഗിയാ. അപ്പൊ നമുക്ക് ഇതിന്റെ കളേഴ്സുകൾ പെട്ടെന്ന് നോക്കാവേ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കോമ്പിനേഷനാണ് വരുന്നത്. ഒത്തിരി വലിയ ഓവർ കളേഴ്സുകളും വരുന്നില്ല. ഇതിലെല്ലാം വരുന്നത് ഒരു നല്ല പേസ്റ്റൽ കോമ്പിനേഷൻസാണ് കൂടുതലും വരുന്നത്. ഇതിന്റെ വരുമ്പം ഒരു പീച്ച്, ലൈറ്റ് പീച്ച്. ഇതിലേക്കും അതേപോലെ തന്നെ പല്ലു വരുമ്പോൾ പല്ലു ഇങ്ങനെ വരും. സിമ്പിളായിട്ട് ആ പല്ലു വരുന്നത്. വന്നിട്ട് ബോഡിയിലേക്ക് ഫുൾ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും. ഇങ്ങനെ വരും. നല്ല ലൈറ്റ് കോമ്പിനേഷൻസ്. എല്ലാ കളർ ടോണുകാർക്കും മാച്ച് ആവുകയും ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. കട്ട് വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ആയിട്ടുള്ള അതിൻ്റെ ഒന്നും മോഡൽസ് ഒരിക്കലും പോകത്തില്ല. നമുക്ക് എപ്പം നമ്മുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വന്നാലും പെട്ടെന്ന് നമുക്ക് ഉടുത്തിട്ട് പോകാനും ഉണ്ടോ. അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഇപ്പം ഏജ് കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പം ഇതിൻ്റെ വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്, പേസ്റ്റൽ ഗ്രീന്. എൻ്റെ കണ്ടോ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ്. അപ്പം നല്ലൊരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു യങ് ആയിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇത് വരുമ്പം ഇങ്ങനെ വരുവേ. ഇത് ബോഡിയിലേക്ക് വരും. ഇതൊരു ബോർഡർ ആയിട്ട് വരും. ഇങ്ങനെ വന്നിട്ട് പല്ലു ഇങ്ങനെ വരും. നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ്. അടുത്തത് വരുന്ന ഒരു ലൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ്. എല്ലാ ഷെയ്ഡുകളും നല്ല ലൈറ്റ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷൻസാണ്. ഇങ്ങനെ ഈ ഒരു സ്റ്റൈല് വരും. ഇതൊക്കെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസി ഫീല് കിട്ടുന്ന ഒരു സാരിയാണ്. അതുകൊണ്ട് ഇതാ പല്ലു വരുന്നത്. പല്ലു വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇങ്ങനെ വരും. ബോഡി ഫുള്ളിങ്ങനെ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് അടുത്ത് നോക്കുമ്പോൾ മനസ്സിലായി. ഇതിലേക്ക് ഒരു ലൈൻ വരുന്നുണ്ട്. ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ അതിലേക്കാണ് ആ ഒരു ലീഫിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പീച്ച് കോമ്പിനേഷൻ. പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിഷ് പീച്ചാണ്. കളർ കറക്റ്റ് അല്ലേ? ഈ ഒരു കളർ ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കളർ ചെറിയ വ്യത്യാസം വരുവേ. കറക്റ്റ് കളറാണ്. ഇത് ലൈറ്റ് പിങ്കിഷ് പീച്ച് അങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ വരുവേ. ബ്ലൗസിലേക്ക് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്.
പല്ലു ഇങ്ങനെ ആ ഒരു സിമ്പിളായിട്ട് കട്ട് വർക്ക് വന്ന് പല്ല് ചെറിയൊരു പല്ലുമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഒത്തിരി വർക്കുകൾ വരുന്നില്ല, സിമ്പിളായിട്ട് വന്നിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡി ഫുൾ ഇങ്ങനെ വന്ന് ആ ഒരു ബോർഡറും കൂടെ വരും. ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരുവേ, നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. നല്ല പല്ലുവിൻ്റെ ഡിസൈൻസ് വരുമ്പം ഇങ്ങനെ വരും ഈ ഒരു സ്റ്റൈല്. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് കാസർഗോഡ് ജില്ലയിലെ മാലക്കല്ലാണ്. താങ്ക് യു.